അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു അടിപൊളി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേരള PSC വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫീസൊന്നുമില്ല. നല്ലൊരു സാലറി സ്കെയിലാണ്. ഒരു 33 തൊട്ട് 1 ലക്ഷത്തി സംതിങ്ങിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാലറി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനത്തെ ഒരു സാലറിയൊക്കെ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്റ്റാർട്ടിങ് തന്നെ 31 കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ വർഷങ്ങളായിട്ട് PSC എഴുതാനായിട്ട് പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ PSC എഴുതി ഗവൺമെൻറ് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. കൃത്യസമയത്ത് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പായിട്ട് തന്നെ ആപ്ലിക്കേഷനൊക്കെ സമർപ്പിച്ച് പ്രിൻ്റൊക്കെ എടുത്ത് വെക്കണം. അപ്പം 2025 നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ, അതും ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓഫ് ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. കേരള സർക്കാരിൻ്റെ കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയായി യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം +2 VHSC യോഗ്യതയും ഡിപ്ലോമ ഉള്ളവർക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റുമായി മൊത്തം ആൻറ്റിസിപ്പേറ്റഡ് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപ്പം മിനിമം +2 VHSC ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ 2024 ഡിസംബർ 31 മുതൽ 2025 ജനുവരി 29 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലാണ് ജോലി വേക്കൻസി ആയിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് നടത്തുന്നത്. ഇതൊരു സ്ഥിര ജോലിയാണ്. നമ്മുടെ താൽക്കാലിക റിക്രൂട്ട്മെൻ്റ് ഒന്നുമല്ല. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 730/2024. ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് എന്ന് അവർ പറയുന്നുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് ഓൾ ഓവർ കേരളയിൽ ജോബ് ചെയ്യാൻ പറ്റുന്നതാണ്. ജോലിയുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 31,100-ും 66,800-നും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാലറി ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 31,100 ആയിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പ്രായപരിധി എന്ന് പറയുന്നത് 18 തൊട്ട് 36 വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുകൂടാതെ അവരൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. 2/1/1988-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നത്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യതയാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ VHSC വിത്ത് ബയോളജി പാസ്സായവരായിരിക്കണം. ടെക്നിക്കലി നോക്കുമ്പോഴത്തേക്കിനും ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് നമ്മൾ പാസ്സായവരായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ www.kerala.psc.government.in വഴി വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ഇത് കേരള PSCയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇവിടെ കയറി നമ്മൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കേരള PSC പ്രൊഫൈൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നാളായ PSCയുടെ പ്രൊഫൈലാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ട ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ 31/12/2013 ശേഷം എടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. 1/1/2022 പുതിയതായി പ്രൊഫൈൽ തുടങ്ങിയവർക്ക് 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആണെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഇവിടെ അപേക്ഷാ ഫീസ് ഒന്നുമില്ല.
ജസ്റ്റ് നമ്മുടെ കേരള PSC സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പ്രിൻ്റ്, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, താല്പര്യമുണ്ട്, അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഉടനെ തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റ് ആകാൻ വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ വായിച്ച് നോക്കണം. SC OST OBCക്കാർക്ക് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ റിസർവേഷൻ അവർ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ വകുപ്പുകൾ, കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരമുണ്ട് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജില്ല നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.